അലൈഹി വഅലാ ആലിഹി അഫ്ദലു സ്വലവാതി വഅസ്ക തസ്ലീം. അമ്മാ ബഅദ്. പ്രിയമുള്ള പണ്ഡിത മഹത്തുക്കളെ, സഹോദരന്മാരെ, പേടിക്കേണ്ട, ഞാൻ പെട്ടെന്ന് നിർത്തും. പ്രസംഗിക്കുന്ന എനിക്ക് തന്നെ ബോറടിയാണ്. അവ കേൾക്കുന്ന നിങ്ങൾ എത്രത്തോളം സഹിക്കുന്നുണ്ടെന്നറിയാം. ചെസ് നമ്പർ 31 കഴിഞ്ഞ് ഇനി ചെസ് നമ്പർ 32 പേടിക്കേണ്ട, ഇതുകൊണ്ട് തീരും. എന്നോട് പേരിനാട് ഷംനാദാക്കായി ടീം ഷംനാദാക്കായി 10 മിനിറ്റെങ്കിലും കൃത്യമായി പ്രസംഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും നിർബന്ധിക്കുകയാണ് ചെയ്തത്. അത് വെട്ടിക്കുറിച്ച് 4 മിനിറ്റ് ആക്കാൻ തീരുമാനിച്ചു. അല്ലാഹു കബൂലാക്കട്ടെ. നല്ല ആമീൻ പറ. അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാം അധിവസിക്കുന്ന കേരളത്തിൽ നിന്നും ഏകദേശം 6200 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യ എന്ന രാജ്യത്തിലെ തുള എന്ന് പറയുന്ന പ്രവിശ്യയിലെ യസ്നായ പോളിയാന എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാൻ കഴിയും. അവിടെയാണ് ലോക പ്രശസ്ത സാഹിത്യകാരനായ ലിയോ ടോൾസ്റ്റോയി ജന്മം കൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ മുഴുവനും രചിച്ചത് ഈ ഗ്രാമത്തിൽ ഇരുന്നുകൊണ്ടാണ്. സാഹിത്യ ലോകത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനിയാണ് ലിയോ ടോൾസ്റ്റോയി. സാഹിത്യത്തിൽ തന്നെ ഏറ്റവും മികച്ച കരുത്തുള്ള 2 നോവലുകളാണ് അദ്ദേഹം സംഭാവന ചെയ്തത്. ഒന്ന് വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. നെപ്പോളിയന്റെ കാലത്തെ റഷ്യൻ ജീവിതത്തെക്കുറിച്ച് വിപുലമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. 2 അന്ന കരേനീന എന്ന് പറയുന്നതാണ്. അതൊരു കഥാപാത്രത്തിന്റെ പേരാണ്. പക്ഷെ ആ കഥാപാത്രത്തിന്റെ പേര് തന്നെയാണ് ആ പുസ്തകത്തിന്റെ പേരും. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രണയം, സ്നേഹം, വിവാഹം, സമൂഹം, വിവാഹ ബന്ധങ്ങൾ തകർത്തു കളയുന്ന വില്ലനായ അവിഹിതങ്ങൾ, ഇങ്ങനെ ഇത്യാദി വളരെ വിശിഷ്ടമായ വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ലോകത്തിന് സമർപ്പിച്ചു ടോൾസ്റ്റോയി. അദ്ദേഹം ഒരു ചെറിയ കഥ പങ്കുവെക്കുകയാണ്. ഒരു ചെറു കുടുംബത്തിന്റെ കഥ പറയുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുകുട്ടിയും. ഭർത്താവിന് രോഗം ബാധിക്കുന്നു. ചികിത്സാർത്ഥം അദ്ദേഹം മരുന്ന് സേവിക്കുക. അങ്ങനെ ഏകദേശം രോഗത്തിന് ശമനം കിട്ടിയപ്പോ അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി പോകാൻ തയ്യാറായി. അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് മരുന്നും കഴിച്ചിട്ട് സ്വന്തം ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഈ ബാക്കി വരുന്ന മരുന്ന് നീ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെക്കണം. കൊച്ചു കുഞ്ഞാണ്, അവൻ ഒരു പക്ഷേ എടുത്തു കുടിയും. അങ്ങനെ പല സന്ദർഭങ്ങളിലായി 3 പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് കച്ചവടത്തിന് പോയി. കച്ചവടത്തിൽ തിരക്കിട്ട സമയത്ത് ഒരു വാർത്ത പരക്കുകയാണ്, ഈ സഹോദരന്റെ പൊന്നുമോൻ മരണപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം ബാക്കിയായി വെച്ചിട്ട് പോയ ആ മരുന്ന് ഈ പൊന്നുമോൻ കുടിച്ചു. നോക്കണം, 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ കച്ചവട മാർക്കറ്റിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നപ്പോ വീടിന്റെ മുമ്പിൽ മുഴുവനും ജനനിബിഡമാണ്. ജനസാഗരത്തിന്റെ മധ്യത്തിലൂടെ മുന്നോട്ട് നടന്ന് ആ പൊന്നുമോന്റെ ചേതനേറ്റ ശരീരത്തിന്റെ അടുക്കിലേക്ക് വന്നിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഒരു ഭാഗത്ത് തന്റെ മരണപ്പെട്ടു പോയ പൊന്നുമോൻ, മറ്റൊരു ഭാഗത്ത് എന്റെ ഭർത്താവ് എന്റെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക, എങ്ങനെയാണ് എന്നോട് പ്രതികരിക്കുക എന്ന് അങ്കലായിരുന്ന് ചേർത്ത് പിടിച്ചിട്ട് ഒരു കയ്യിൽ ഒരു പേപ്പർ നൽകി. ആ പേപ്പർ മെല്ലെ വിറച്ചുകൊണ്ട് ആ പൊന്നു സഹോദരി തുറന്നു നോക്കിയപ്പോ അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സ്റ്റിൽ ഐ ലൈക്ക് യു. നിന്നോട് ഞാൻ 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു മരുന്ന് സൂക്ഷിച്ചു വെക്കണം, പക്ഷേ നീ അനുസരിച്ചില്ല. നീ കാണിച്ചത് അങ്ങേയറ്റത്തെ അപരാധമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അദ്ദേഹം പറയണ്ട. ഇത് ടോൾസ്റ്റോയി ലോകത്തിന് സമർപ്പിച്ച ഒരു സാഹിത്യ ഗ്രന്ഥത്തിലെ കഥയാണ്. ഞാൻ ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ വെച്ചത് കുടുംബജീവിതം സക്സസ് ആകണമെങ്കിൽ പ്രധാനപ്പെട്ട 2 കാര്യം. 1, ഇദ്ദേഹം ചേർത്ത് പിടിച്ചതുപോലെ കരുതൽ, കെയറിംഗ്. 2, സ്നേഹം പ്രകടിപ്പിക്കലും സ്നേഹം തുളുമ്പി പ്രകടിപ്പിക്കലും അത് പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയുണ്ടായി, നബിയെ, എന്നോട് എത്രമാത്രം അങ്ങേക്ക് സ്നേഹമുണ്ട്? ഉടനെ ആയിഷ ബിബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നിന്നോട് സ്നേഹം കയറ് പോലെയാണ്. കയറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ട് മുറുകുമ്പോ, ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ സ്നേഹം ഇങ്ങനെ മുറുകുന്നുണ്ട് ആയിഷ. വഫാത്തിനോടനുബന്ധിച്ച വേളയിൽ പോലും
ആയിഷ ബിബി അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ ആ കയറിന് എന്തെങ്കിലും ഇളക്കം സംഭവിച്ചോ നബിയെ? അങ്ങനെ തന്നെ ഉണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സ്നേഹം പ്രകടിപ്പിക്കില്ല. സംസ്കൃതത്തിൽ ഒരു ശ്ലോകം കാണാം, സന്തുഷ്ടോ ഭാര്യ ഭർത്ത ഭർത്താ ഭാര്യ തദൈവജ യസ്മിന്നേവ കുലേ നിത്യം കല്യാണം തത്ര വൈദ്രുവം. ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. അതായത് ഒരു വീട്ടിൽ ഒരു ഭാര്യ അങ്ങേയറ്റം ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും സ്നേഹിപ്പിക്കുകയും ചെയ്താൽ, ഒരു വീട്ടിലുള്ള ഭർത്താവ് തന്റെ ഭാര്യയെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ, യസ്മിന്നേവ കുലേ നിത്യം കല്യാണം തത്ര വൈദ്രുവം, അവിടെയാണ് നമ്മൾ ബറക്കത്ത് എന്ന് പറയൂലേ, നിഅമത്ത് ബറക്കത്ത്, ബറക്കത്താട്ടെ ദുആ അല്ലേ, എന്താണ് ബറക്കത്ത്? അവിടെയാണ് സമാധാനമുള്ള നിത്യമായി ഐശ്വര്യവും അവിടെയാണ് നന്മകൾ ഉള്ളത് എന്ന് സംസ്കൃതം പറയാൻ. ഉറുദു ദാർശനികനായ ഫിലോസഫർ പറയുന്നുണ്ട്, ഓ ഗർ നഹി രഹതാ കോയി ബൻ ജാതാ ഹെ ഗുൽസാർ. ഒരു വീട്ടിൽ തന്റെ ഭാര്യയും ഭർത്താവും അവരുടെ സംസാരത്തിൽ മാധുര്യവും ഹൃദയത്തിൽ സ്നേഹമുണ്ടോ, ആ വീട് വീടല്ല. ആ വീട് പിന്നെ ഓ ഗർ നഹി രഹതാ കോയി ബൻ ജാതാ ഹെ ഗുൽസാർ, അതൊരു പൂന്തോട്ടമാണ്. പൂന്തോട്ടം നൽകുന്ന മനോഹാരിത ഞാൻ നിങ്ങൾക്ക് പ്രസംഗിക്കേണ്ട കാര്യമില്ല. കണ്ണിന് കുളിർമ നൽകുന്നത് കൊണ്ടാണ്, മനസ്സിന് സമാധാനം തരുന്നത് കൊണ്ടാണ് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് മാമലകളും വെള്ളച്ചാട്ടവും പാർക്കും അതേപോലെ തന്നെ പൂന്തോട്ടവും കാണാൻ നമ്മൾ പൈസ ചെലവഴിക്കുന്നത്. അത് നമ്മുടെ വീട് മാറ്റിയെടുക്കാമെന്നാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ ഇംഗ്ലീഷിൽ രണ്ട് സാമ്യമുള്ള ഒരു വാക്കുണ്ട്, വെട്ടിങ്. അതേപോലെ ഒരു സാമ്യമാണ് വെൽഡിങ്. രണ്ടും ഏകദേശം അർത്ഥം ഒന്ന് തന്നെയാണ്. ഏകദേശം അർത്ഥം, ലക്ഷ്യം ഒന്നായതുകൊണ്ട് അർത്ഥം നമുക്ക് ഒന്നാക്കാം. അതിന്റെ പ്രൊനൗൺസിയേഷനും അതിന്റെ ഉച്ചാരണവും അതിന്റെ എഴുത്തും ഒരു എല്ല് കൂടുതലാണ്. വെൽഡിങ്ങിൽ ഒരു എല്ല് കൂടുതൽ, വെട്ടിങ്ങിൽ എല്ലില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് വെൽഡിങ്? വെൽഡിങ് എന്ന് പറയുന്നത് ജോയിൻസ് ടു, രണ്ട് കാര്യങ്ങൾ തമ്മിൽ, രണ്ട് മെറ്റലുകൾ തമ്മിൽ, രണ്ട് ലോഹങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുന്നതിനാണ് വെൽഡിങ് എന്ന് പറയുക. എന്നാൽ വെഡ്ഡിങ് എന്ന് പറയുന്നത് രണ്ട് മനസ്സുകളെ, ജോയിൻസ് ടു ഹാർട്ട്സ് വിത്ത് ലവ്, അതേപോലെ സ്നേഹം കൊണ്ട്, കെയർ കൊണ്ട്, ട്രസ്റ്റ് കൊണ്ട്, വിശ്വാസം കൊണ്ട് പരസ്പരം രണ്ട് മിഥുനങ്ങളെ, രണ്ട് ഹൃദയങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനാണ് വെഡ്ഡിങ് എന്ന് പറയാം. നിങ്ങളൊന്ന് ഉച്ചരിച്ച് നോക്കി, അതിന്റെ ഉച്ചാരണവും അതിന്റെ എഴുത്തും എല്ലാം ഏകദേശം അർത്ഥമൊക്കെ ഒരേപോലെയാണ്. വെൽഡിങ് നൽകുന്ന ഒരു സ്വഭാവം നമ്മുടെ വെഡ്ഡിങ് ആകണം. വെഡ്ഡിങ് യഥാർത്ഥത്തിൽ വെൽഡിങ് ആകണം. വെൽഡിങ് നൽകുന്ന സ്വഭാവം അത് സ്ട്രോങ്ലി ആണ്, അത് പെർമനന്റ്ലി ആണ്, അത് കരുത്തും സുശക്തവുമാണ്, മാത്രമല്ല ശാശ്വതവുമാണ്. അല്ലെ, രണ്ട് ലോഹങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ അതിനെ ബന്ധിപ്പിച്ചാൽ അതൊരിക്കലും മുറിഞ്ഞു പോകില്ല. അതാണ് വെഡ്ഡിങ്. പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു നിരീക്ഷണം നടത്തിയപ്പോൾ ചെറിയൊരു വ്യത്യാസം മനസ്സിലായത്, വെൽഡിങ് ചെയ്യാൻ വേണ്ടി രണ്ട് ഇരുമ്പുകളെ ചേർത്ത് വെച്ച് വെൽഡിങ് ചെയ്ത് ചേർത്ത് വെക്കുന്നതിന് മുമ്പാണ് പൊട്ടിത്തെറിയും പൂത്തിരിയും പുകയും വരുന്നത്. അല്ലെ, വെൽഡിങ് ചെയ്ത് അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പാണിത്. പക്ഷെ വെഡ്ഡിങ്ങിന് തിരിച്ചാണ്, ആദ്യം ചേർത്ത് പിടിക്കലാണ്, പിന്നെയാണ് പൊട്ടിത്തെറിയും ചീറ്റലും അതേപോലെ തന്നെ പുകയും വരുന്നത്. അവിടെ ഒരു കരുതലായി വെൽഡിങ് ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു വെൽഡിങ് ഷീൽഡ് വെക്കാറുണ്ട്, ഒരു കറുത്ത ഗ്ലാസ് വെക്കാറുണ്ട്, ഇല്ലെങ്കിൽ അവരുടെ കണ്ണിനും ആരോഗ്യത്തിന് പ്രശ്നമാണ്. ഇതേപോലെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരു ഷീൽഡ് വെച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഇട്ട് അടക്കണമെന്നല്ല പറഞ്ഞത്. പിന്നെ ചില സമയത്ത് കണ്ണടക്കേണ്ടിടത്ത് അടയ്ക്കണം. ഒരു കണ്ണും ഒരു കാതും എപ്പോഴും അടച്ചു വെച്ചാലുണ്ടല്ലോ മനസ്സമാധാനമാണ്. കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല, കാണാതെ നടക്കണം, കേൾക്കാതെ. ചില സമയത്ത് നമ്മളൊരു മന്ദബുദ്ധിയെ പോലെ അഭിനയിക്കണം. ഇതാണ് ഒരു സ്നേഹം ഉണ്ടാകാൻ ഏറ്റവും നല്ല ഒരു ജീവിതത്തിന്റെ മാർഗരേഖ. ഞാൻ നിർത്തുകയാണ്. രണ്ട് ഷംനാദ്, ഇവർ രണ്ട് സാമീപ്യമുണ്ട്. പേരിൽ ഒന്നാണ് TM ഷംനാദ്, പേരിനാണ് ഷംനാദ്. ഷംനാദ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞു, നാളുകൾ കാത്തിരുന്നു. 5-6 വർഷമായപ്പോ പൊന്നോമന ഒരു പുത്രി, ഒരു ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളെ കിട്ടി. അതിനെ കൊഞ്ചിച്ച് കൊതി തീർന്നിട്ടില്ല മനുഷ്യൻ. ചുടിചുമ്മനം നൽകി, ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു, ആവശ്യത്തിലുപരി വാങ്ങിക്കൊടുത്തു. അവസാന ആ പൊന്നുമകളെ പ്രിയപ്പെട്ട റയ്യാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മോന്റെ കയ്യിലേക്ക് ചേർത്ത് വെക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ ഒരു നിക്കാഹിന് പങ്കെടുത്തു. ആ പെൺകുട്ടിയുടെ വാപ്പ ഉസ്താദാണ്. ബിന്ദി എന്ന് പറയിച്ചു ഉസ്താദ്. അവിടെ വരെ ആ പിതാവ് പറഞ്ഞു. പിന്നെ ഫാത്തിമ എന്ന് പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. 4 പ്രാവശ്യം ആവർത്തിച്ചപ്പോഴാണ് ആ പിതാവ് പറഞ്ഞത്. ഈ പിതാവിന്റെ വേദന നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴേ അറിയൂ. കാലം ഇത്രമാത്രം പോറ്റി വളർത്തിയ ആ പൊന്നുമോളെ, അത് ആ പൊന്നുമോളെ വീടിന്റെ പടിയിറങ്ങാൻ പോവുകയാണ്. എന്താ ആ പിതാവ് പറയാ, മോനെ ഞാൻ ഇത്ര കാലം വളർത്തി മോനെ, ഇതാ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. നീ ഒന്നും ചെയ്യരുത്,
നീ അവളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നീ അടിക്കല്ല മോനെ, നിനക്കൊരു ബാധ്യതയാണെന്ന് കണ്ടാൽ പ്രശ്നം ഉണ്ടാക്കരുത്, അത് നീ എന്നെ എത്തിക്കണേ, എന്റെ കയ്യിലേക്ക് തിരിച്ചു തരണേ മോനെ എന്നാണ് ആ പിതാവ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട റയ്യാൻ എന്ന് പറയുന്ന ആ പൂർണ്ണ സുഹൃത്തിനും ഫാത്തിമയ്ക്കും നല്ലൊരു ജീവിതം അല്ലാഹു സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.